മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ തമ്മിലുള്ള ഏറ്റവും അവിസ്മരണീയമായ ചില ഏറ്റുമുട്ടലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഐക്കോണിക് ക്ലബ്ബുകളായ ഈ രണ്ട് ക്ലബ്ബുകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ കട്ടയ്ക്ക് കട്ട നിന്ന ചില മത്സരങ്ങൾ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം 1977 അരങ്ങേറിയ FA കപ്പ് മത്സരമാണ്. അക്കാലയളവിൽ ശക്തരായിരുന്നു ലിവർപൂൾ. ലീഗ് കിരീടം ഉറപ്പിക്കുകയും യൂറോപ്യൻ കപ്പ് ഫൈനൽ നടക്കാനിരിക്കുകയും ചെയ്തതോടെ വെംബ്ലിയിൽ FA കപ്പ് ഉയർത്താൻ ഫേവററ്റ് ടീമുകളിൽ മുമ്പന്തിയിലായിരുന്നു ലിവർപൂൾ. തമാശ എന്താണെന്നാൽ അന്നത്തെ യുണൈറ്റഡ് കളിക്കാർക്കിടയിൽ പോലും ഫേവററ്റ് ലിവർപൂൾ ആയിരുന്നു. എന്നാൽ മത്സരത്തിൻ്റെ അവസാനം ലിവർപൂൾ കരയുകയും യുണൈറ്റഡ് ചിരിക്കുകയുമായിരുന്നു. ആവേശകരമായ ഫൈനലിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് യുണൈറ്റഡ് ജയിക്കുകയായിരുന്നു. അടുത്തത് 1983 അരങ്ങേറിയ ലീഗ് കപ്പ് ഫൈനൽ. ഏകദേശം 1 ലക്ഷം ആരാധകർ പങ്കെടുത്ത മത്സരം വെംബ്ലിയിലാണ് അരങ്ങേറിയത്. ആദ്യ വീസിൽ മുഴങ്ങിയതു മുതൽ അങ്ങോട്ട് മത്സരം ചൂട് പിടിക്കുന്നതാണ് കണ്ടത്. നോർമൽ വൈറ്റ് സൈഡിൻ്റെ ഗോളിൽ യുണൈറ്റഡ് മുന്നിലെത്തി. മത്സരം കൂടുതൽ കടുപ്പമായി മാറി തുടങ്ങിയ സമയം. എന്നാൽ യുണൈറ്റഡിൻ്റെ പ്രതിരോധത്തിൽ വിശ്വസ്തരായിരുന്ന 2 ഡിഫൻഡർമാർ മാക് ഗോർഡൺ മക്കീനും കെവിൻ മോറനും. ഇരുവരും പരിക്കേറ്റ് പുറത്തുപോയത് യുണൈറ്റഡിന് തിരിച്ചടിയായി. അതും മുതലെടുത്ത് പോരാടിയ ലിവർപൂൾ കളിയുടെ 75-ാം മിനിറ്റിൽ സമനില ഗോൾ നേടി. എന്നാൽ വിട്ടുകൊടുക്കാതെ യുണൈറ്റഡും പോരാടി. പക്ഷേ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിൽ യുണൈറ്റഡിനെ ഞെട്ടിച്ചുകൊണ്ട് ലിവർപൂൾ ഗോൾ നേടി. റോണി വില്ലനാണ് ലിവർപൂളിനായി ഗോൾ നേടിയത്. ആ ഗോളോടെ യുണൈറ്റഡിൻ്റെ എല്ലാ പ്രതീക്ഷയും തെറ്റി. മത്സരത്തിൻ്റെ അവസാനം 1-നെതിരെ 2 ഗോളുകൾക്ക് വിജയിച്ച് ലിവർപൂൾ കിരീടവും ചൂടി. അടുത്തത് 1994 അരങ്ങേറിയ മറ്റൊരു ത്രില്ലർ പോരാട്ടമാണ്. 26 വർഷത്തിന് ശേഷം ആദ്യമായി ഇംഗ്ലണ്ടിൻ്റെ ചാമ്പ്യന്മാരായ യുണൈറ്റഡ് അവരുടെ ആധിപത്യ കാലഘട്ടത്തിന് തിരികൊളുത്തിയ സീസണായിരുന്നു ആ വർഷം. ലീഗിൽ 17 മത്സരങ്ങളുടെ അപരാജിത കുതിപ്പ് ആസ്വദിച്ച് ആൻഫീൽഡിലെത്തിയതായിരുന്നു യുണൈറ്റഡ്. എന്നാൽ ലിവർപൂൾ ആകട്ടെ ആ സീസണിൽ 9ാം സ്ഥാനത്തും. അതായത് യുണൈറ്റഡിനേക്കാൾ 21 പോയിന്റ് പിറകിൽ. എക്കാലത്തെ മികച്ച ക്ലാസിക് പോരാട്ടമായി കണക്കാക്കപ്പെടുന്ന ഈ പോരാട്ടത്തിൽ മത്സരം തുടങ്ങി 25 മിനിറ്റിനകം യുണൈറ്റഡ് 3-0 മുന്നിലെത്തി. എന്നാൽ മികച്ചൊരു തിരിച്ചുവരവ് നടത്തിയ ലിവർപൂൾ ആൻഫീൽഡിൽ സമനില പിടിച്ചു വാങ്ങുകയായിരുന്നു. മത്സരം അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി സമനില പാലിച്ചു. അക്കാലയളവിൽ മികച്ച ഫോമിൽ കളിച്ചിരുന്ന യുണൈറ്റഡിനെ കൂടാൻ ലിവർപൂളിനുമായി. അടുത്തത് പറയാൻ പോകുന്നത് ഈ 2 ഐക്കോണിക് ക്ലബ്ബുകളും 1995 ഏറ്റുമുട്ടിയ ഒരു മത്സരത്തെക്കുറിച്ചാണ്. അതും ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നു. ഓൾഡ് ട്രാഫോർഡിൽ അരങ്ങേറിയ മത്സരത്തിൽ കളി തുടങ്ങി നിമിഷ നേരം കൊണ്ട് തന്നെ യുണൈറ്റഡ് ലീഡെടുത്തു. എന്നാൽ പിന്നീട് മികച്ചൊരു കളി പുറത്തെടുത്ത ലിവർപൂൾ മത്സരത്തിൻ്റെ 33-52 മിനിറ്റുകളിൽ നേടിയ 2 ഗോളുകളുടെ പിൻബലത്തിൽ മുന്നിലെത്തി. എന്നാൽ വിട്ടുകൊടുക്കാൻ യുണൈറ്റഡും തയ്യാറായില്ല. മത്സരത്തിൻ്റെ 71-ാം മിനിറ്റിൽ നിർണായകമായ പെനാൽറ്റി കിട്ടിയ യുണൈറ്റഡിന് അത് ഗോളാക്കി മാറ്റാനും സാധിച്ചു. മത്സരം കഴിയുമ്പോൾ ഇരു ടീമുകളും 2 ഗോളുകൾ നേടി സമനില പാലിച്ചു. ഈ മത്സരവും പ്രീമിയർ ലീഗിലെ ഒരു ക്ലാസിക് മത്സരമായിരുന്നു. അടുത്തത് മറ്റൊരു FA കപ്പ് ക്ലാസിക് പോരാട്ടമാണ് പറയാൻ പോകുന്നത്. 1999 ഓൾഡ് ട്രാഫോർഡിൽ അരങ്ങേറിയ മത്സരം. കളി തുടങ്ങി തുടക്കത്തിൽ തന്നെ ഓൾഡ് ട്രാഫോർഡിനെ ഞെട്ടിച്ചുകൊണ്ട് ലിവർപൂളിലെ മൈക്കിൾ ഓവൻ ഗോൾ നേടി. ആ ഗോൾ വന്നതോടെ പിന്നീട് ചരിത്രം കണ്ടത് ഒരു തകർപ്പൻ മത്സരമായിരുന്നു. പരസ്പരം ആക്രമിച്ച് കളിച്ച ഇരു ടീമുകളും കളിയുടെ ഗതി ഏതു നേരവും തിരിക്കാമെന്ന അവസ്ഥ വരെയായി. മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. ലിവർപൂൾ വിജയിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി. എന്നാൽ തിരിച്ചുവരവുകളുടെ പാരമ്പര്യമുള്ള യുണൈറ്റഡ് അവസാന നിമിഷത്തിൽ തിരിച്ചു വന്നു. കളി അവസാനിക്കാൻ 2 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ എണ്ണം പറഞ്ഞ 2 ഗോളുകളാണ് അവർ നേടിയത്. ലിവർപൂളിൻ്റെ ഹൃദയം തകർത്ത ആ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകളുടെ വിജയം നേടാൻ യുണൈറ്റഡിനുമായി. ഇരു ടീമുകളുടെയും എക്കാലത്തെയും ക്ലാസിക് പോരാട്ടങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ മത്സരം. ആ വർഷം തന്നെ സർ അലക്സ് ഫെർഗൂസന്റെ നേതൃത്വത്തിൽ ചരിത്രപരമായ ട്രിപ്പിൾ കിരീടം സ്വന്തമാക്കാനും യുണൈറ്റഡിനായി. അടുത്തത് 2000 അരങ്ങേറിയ മറ്റൊരു കിടിലൻ പോരാട്ടമായിരുന്നു. ഓൾഡ് ട്രാഫോർഡിൽ അരങ്ങേറിയ മത്സരത്തിൽ അന്നത്തെ യുണൈറ്റഡ് ടീമിനെ ലിവർപൂളിന് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ മത്സരം വിട്ടുകൊടുക്കാൻ ലിവർപൂളിന് കഴിയില്ലായിരുന്നു. അവർ പോരാടി. അതിൻ്റെ ഫലമായി ഓൾഡ് ട്രാഫോർഡിനെ ഞെട്ടിച്ചുകൊണ്ട് ലിവർപൂൾ ഗോളും നേടി. മത്സരത്തിൻ്റെ 43-ാം മിനിറ്റിൽ ഡാനി മർഫിയുടെ 1-ാം ഫ്രീ കിക്ക് ഗോൾ ലിവർപൂളിന് നിർണായക ലീഡ് നൽകി. ഗോൾ വന്നതോടെ ഇരു ടീമുകളും മത്സരം കൂടുതൽ കടുപ്പിച്ചു. പക്ഷേ ഗോളുകളൊന്നും നേടാൻ ഇരു ടീമിനുമായില്ല. കളി കഴിയുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന് ലിവർപൂളിന് വിജയം. അടുത്തത് 2010 അരങ്ങേറിയ സൂപ്പർ പോരാട്ടമാണ്. ഓൾഡ് ട്രാഫോർഡിൽ അരങ്ങേറിയ മത്സരം പ്രീമിയർ ലീഗിലെ ഒരു ക്ലാസിക് പോരാട്ടം തന്നെയായിരുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ബെർബറ്റാവിൻ്റെ ഗോളിൽ യുണൈറ്റഡ് മുന്നിലെത്തി. 2ാം പകുതി തുടങ്ങി 60 മിനിറ്റ് ആയപ്പോഴേക്കും ബെർബറ്റാവ് തൻ്റെ 2ാം ഗോളും കണ്ടെത്തി. 2 ഗോളിന് പിന്നിൽ പോയ ലിവർപൂൾ തുടർന്നും ഉണർന്നു കളിച്ചു. പരസ്പരം ഇരു ടീമുകളും വീറും വാശിയോടെ പോരാടി.
എന്നാൽ ലിവർപൂൾ ഇതിഹാസം ജെറാർഡിന്റെ ഇരട്ട ഗോളിൽ ലിവർപൂൾ ശക്തമായ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഇത്തവണയും ബെർബറ്റോ ലിവർപൂളിന്റെ അന്തകനാവുകയായിരുന്നു. മത്സരത്തിന്റെ 84-ാം മിനിറ്റിൽ താരം തന്റെ ഹാട്രിക്കും യുണൈറ്റഡിനായി 3-ാം ഗോളും നേടി. അതോടെ മത്സരം യുണൈറ്റഡിന്റെ വരുതിയിലായി. കളി അവസാനിക്കുമ്പോൾ 2-നെതിരെ 3 ഗോളുകൾക്ക് യുണൈറ്റഡ് വിജയിക്കുകയായിരുന്നു. അടുത്തത് 2015-ൽ അരങ്ങേറിയ മത്സരമാണ്. ലിവർപൂളിന്റെ കോട്ടയായ ആൻഫീൽഡിൽ ചൗത്താന്മാരുടെ തേരോട്ടം കണ്ട മത്സരം. കളി തുടങ്ങി 14-ാം മിനിറ്റിൽ തന്നെ മാറ്റയുടെ ഗോളിൽ യുണൈറ്റഡ് മുന്നിലെത്തി. ഒരു ഗോൾ വന്നതോടെ ലിവർപൂൾ കൂടുതൽ ആക്രമിച്ച് കളിച്ചു. എന്നാൽ ലിവർപൂൾ ക്യാപ്റ്റൻ ജെറാർഡ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ലിവർപൂളിന് കൂടുതൽ തിരിച്ചടിയായി. ഈ അവസരം മുതലാക്കിയ യുണൈറ്റഡ് അടുത്ത ഗോളും നേടി. അങ്ങനെ മത്സരം കഴിയുമ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് യുണൈറ്റഡ് വിജയിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 2-ാം പകുതി മുതൽ 10 പേരായി ചുരുങ്ങിയ ലിവർപൂൾ തോറ്റെങ്കിലും മത്സരത്തിൽ പുറത്തെടുത്ത പോരാട്ട വീര്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുത്ത ചില കിടിലം പോരാട്ടങ്ങൾ. ഇതല്ലാതെയും ഒരുപാട് മത്സരങ്ങളുണ്ട്. നല്ല കട്ടയ്ക്ക് കട്ട നിന്ന കിടിലം മത്സരങ്ങൾ. ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ വലിയ മാർജിനിലുള്ള പരാജയങ്ങൾ വരെ അവരുടെ ചരിത്രത്തിൽ ഇരു ക്ലബ്ബുകളും രുചിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ നേടിയ 7-0 വിജയം വരെ ഇതിൽ ഉൾപ്പെടും. 1916-ൽ ലിവർപൂൾ 1-നെതിരെ 7 ഗോളുകൾക്ക് യുണൈറ്റഡിനെ തകർത്തതാണ് അന്ന് പഴങ്കഥയായത്. 1928-ൽ അതിന് പകരമായി യുണൈറ്റഡ് 1-നെതിരെ 6 ഗോളുകൾക്ക് ലിവർപൂളിനെ തകർത്തിരുന്നു. 1951-ൽ വീണ്ടും അത് ആവർത്തിച്ച യുണൈറ്റഡിന് ഇപ്രാവശ്യത്തെ വിജയം 1-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു. എന്നാൽ 2021-ലും 22-ലും വലിയ മാർജിനിൽ വിജയം നേടാനും ലിവർപൂളിനായി. ഒരിക്കൽ ഏകപക്ഷീയമായ 5 ഗോളുകൾക്കായിരുന്നു ലിവർപൂളിൻ്റെ വിജയമെങ്കിൽ മറ്റേത് എതിരില്ലാത്ത 4 ഗോളിനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇരുവരും അവസാനം പോരാടിയ മത്സരങ്ങളിൽ ലിവർപൂളിനായിരുന്നു ആധിപത്യം. യുണൈറ്റഡും തിരിച്ചടിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ see you.